ഹലോ വെൽക്കം ലാസ്റ്റ് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഫൈവ് ബ്ലാക്ക് എന്ന പെർഫ്യൂമാണ്. ഫൈവിൻ്റെ പെർഫ്യൂംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ് ബ്ലാക്ക് എന്നുള്ളത്. ഇതും സോഷ്യലും ഇത് രണ്ടും നല്ല അടിപൊളി ഫ്രാഗ്രൻസുകളാണ്. സോഷ്യൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അത് ഡിയോർ ഫാരനൈറ്റിൻ്റെ ഇൻസ്പയർഡ് ആയിരുന്നു. ഇതും അതുപോലെ ഒരു ഇൻസ്പയർഡ് പെർഫ്യൂം തന്നെയാണ്. ഫൈവ് പെർഫ്യൂംസ് എൻ്റെ അടുത്ത് നാലെണ്ണുണ്ട്. ആ നാലെണ്ണത്തിൽ എനിക്ക് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതും ഈ ഒരു പെർഫ്യൂം തന്നെയാണ്. ബ്ലാക്ക് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഫോർ ഗൈസ് ഹൂ ലൈക്ക് ഇറ്റ് സ്മൂത്ത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ കോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇവർ കൊടുത്തിട്ടുള്ള നോട്ട്സ് സാഫ്രോൺ, പിന്നെ പെപ്പർ, ലെമൺ, ആംബർ, ബൾഗേറിയൻ റോസ്, ഇന്ത്യൻ ഊത്, ലെതർ, പാപ്പിറസ്, സ്റ്റൈറാക്സ് എന്ന് എടുക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് നമുക്ക് വളരെ പരിചിതമായ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇനിയിപ്പോൾ ഇവർ എന്ത് നോട്ട്സ് കൊടുത്താലും നമുക്ക് ഇത് സാധനം കിട്ടി അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഏത് പെർഫ്യൂമാണ് എന്നുള്ളത്. ഓക്കെ, ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തീർന്നതാണോ അതോ പറ്റിപ്പോയതാണോ എന്താണെന്ന് അറിഞ്ഞൂടെ. പല പെർഫ്യൂംസ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറ്റിപ്പോകുന്നത്. ഞാനത് ഏതെങ്കിലുമൊക്കെ കാലത്ത് വാങ്ങിക്കും. നമുക്കത് ഓരോന്നോരോന്ന് ഒന്നിച്ച് വീഡിയോ ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നേ ഇല്ല. അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ ഒന്നിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ കൊഞ്ഞു കൂടുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ ചെയ്ത് തീർക്കും എന്നുള്ളൊരു ഡൗട്ടിലാണ്. അപ്പോൾ ഫ്രാഗ്രൻസ് ആയിട്ട് നോക്കാം. ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കരോലിന ഹെരേര ഗോൾഡ് ഇൻസെൻസ് പറഞ്ഞിട്ടൊരു പെർഫ്യൂം ഉണ്ട്. എത്ര പേർക്ക് അറിയും എന്ന് അറിഞ്ഞൂടാ. പക്ഷെ അതിൻ്റെ ഓയിലുകളും അതിൻ്റെ ഫ്രാഗ്രൻസിലുള്ള ഇൻസ്പയർഡ് വേർഷൻസ് ഒക്കെ മിക്ക ആൾക്കാർക്കും പരിചയം ഉണ്ടാവും. അതായത് ആ ഒരു ആംബർ സ്മോക്കി ആയിട്ട് വരുന്ന സാധനം. ഫ്രാഗ്രൻസ് എങ്ങനെയാ വെച്ചാൽ ഇതിൽ നല്ല ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു വുഡി പ്ലസ് ആംബർ ഫ്രാഗ്രൻസ് അതാണ് ഇതിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓപ്പണിങ്ങിൽ ഒരു ഇത്തിരി ഫ്രഷ്നെസ് വരുന്നുണ്ട്. പിന്നെ കുറച്ചൊരു അരോമാറ്റിക് ടച്ചും വരുന്നുണ്ട്. അതിപ്പോൾ ഇതിൽ പറഞ്ഞ ആ ഒരു ബൾഗേറിയൻ റോസും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും. ആ ഒരു ഇത്തിരി റോസിൻ്റെ ഒക്കെ പോലെ. ബാക്കി ഫുള്ള് ആ ഒരു ഡാർക്ക് ആംബർ ഫ്രാഗ്രൻസ്. ഈ ഒരു ഫ്രാഗ്രൻസ് ആർക്കാണ് മാച്ച് ആവുക എന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സിന് അത് അത്ര സൂട്ടായിക്കൊള്ളണം എന്നില്ല. നമ്മൾ ഒരു ഇത്തിരി കൂടി ഒരു ഏജുള്ള ആൾക്കാർക്ക്, ഒരു 30+ ഒക്കെ ഏജുള്ള ആൾക്കാർക്ക് സ്യൂട്ടായ ഒരു ഫ്രാഗ്രൻസ് ആണത്. എനിക്ക് തോന്നുന്നു അതിലേറെ സൂട്ടാവുക ചിലപ്പോൾ ഒരു 40-45+ ഒക്കെ ഉള്ള ആൾക്കാർ. നമ്മൾ ഈ ജെയിംസ് ബോണ്ടിനൊക്കെ കാണുന്ന പോലെ എനിക്കത് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഓർമ്മ വരിക. ഒരു 45+ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. നമ്മൾ പഴയ PS ബ്രോസ്നാൻ്റെ അല്ലെങ്കിൽ ഡാനിയൽ ക്രേഗിൻ്റെ ഒക്കെ ആ ഒരു സമയത്ത്, ജെയിംസ് ബോണ്ടിൻ്റെ പഴയ കാലത്തുള്ള ഡാനിയൽ ക്രേഗ് ഇപ്പോൾ എപ്പോഴും അദ്ദേഹം തന്നെയാണ്. പക്ഷേ അദ്ദേഹം വന്ന സമയത്ത് കാസിനോ റോയൽ, ക്വാണ്ടം ഓഫ് സലൈസ് ആ ഒരു സമയത്തൊക്കെയുള്ള അവരുടെ ആ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ വരിക. കാരണം ആ ഒരു ലുക്കുള്ള ഒരു മാനിന് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും എൻ്റെ പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരു മുഖം ഒരു ജെൻസിൻ്റെ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും PS ബ്രോസ്നാനെ പറയും. ഇപ്പോൾ അദ്ദേഹം കുറച്ച് ഏജ്ഡായി. പഴയ ആ ഗോൾഡൻ ഐ ഡയാന തറുടെ പിന്നെ വേൾഡ് ഈസ് നോട്ട് ഇനഫ് ആ ഒരു സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്കും അപ്പിയറൻസൊക്കെ ഒരു നല്ല എന്താ പറയുക അതാണ് ഒരു മാൻ എന്ന് പറയുമ്പോൾ. ആ ഒരു റിഡാൻഡയിൽ ഒരു പഴയ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലുക്കുള്ള അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ഉള്ള ഒരു ആളുകൾക്ക് സ്യൂട്ടായ പോലെയാണ് എനിക്ക് എപ്പോഴും ഈ ഒരു പെർഫ്യൂം അപ്ലൈ ചെയ്യുമ്പോൾ തോന്നാറുള്ളത്. ഇതിൻ്റെ തന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ ക്ലോൺസ് ഇതേ ഫ്രാഗ്രൻസ് വരുന്ന ഓയിൽ നമ്മുടെ സിഗ്നേച്ചർ സെൻസിലുണ്ട്. അതിൻ്റെ പേര് ഇൻസെൻസ് ഗോൾഡ് എന്നായിരുന്നു. പെർഫ്യൂമും നേരത്തെ അവൈലബിൾ ആയിരുന്നു, ഒരു സിഗാർ പറഞ്ഞിട്ട്. അതിപ്പോൾ വരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ലേറ്റർ സോറിൽ ഇനി വരാനുണ്ട്. ഡാർക്ക് ടെംപ്റ്റേഷൻ എന്നുള്ള പേരിൽ ഈ പെർഫ്യൂം വരുന്നുണ്ട്. 8 ml 20 ml. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് അറിയിക്കാം അത് വരുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും 5 ബ്ലാക്ക് എന്നുള്ളത് അതാണ് കാര്യം. ഫ്രാഗ്രൻസ് ആ ഒരു സ്മോക്കി ആയിട്ട് വരുന്ന നല്ല പ്ലീസിങ് ഉണ്ടോ. ഒരിക്കലും ആ ഒരു ഊത് കുത്തൽ മറ്റേ ഒരു എന്താ പറയുക ഒരു അറബിക് ഫ്രാഗ്രൻസ് അങ്ങനെയൊന്നും അല്ല. ഇത് നല്ല ഒരു മാൻലി ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഈവനിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു പാർട്ടീസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് 5ൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഏറ്റവും അത്യാവശ്യം നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണല്ലോ. മിക്കതും ഫ്ലോപ്പാണ്. അവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ വെറുതെ തള്ളിവിടുന്നതാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നിയത് ഇതൊരു 2 hours വരെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഒരു 5 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് അപ്ലൈ ചെയ്യാറുള്ള ഒരു സാധനമാണ്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് കുഴപ്പമില്ല. പക്ഷേ ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് പലരും ചോദിക്കും ഇതിനെന്ത് പ്രൈസ് ആണെന്നുള്ളത്.
ഇതിന് ഇവിടെ 75 റുപ്പീസ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ഞാൻ സ്മിട്ടൺ കുറേ മുമ്പ് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ കിട്ടും. പിന്നെ വലുത് എടുക്കുകയാണെങ്കിൽ നല്ല ഓഫറുള്ള സമയത്ത് നോക്കിയിട്ട് എടുത്തോളൂ. പിന്നെ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന് പാർട്ടി പെർഫ്യൂം ആണെങ്കിൽ ഇത്, ഓഫീസ് പെർഫ്യൂം ആണെങ്കിൽ സോഷ്യൽ. ഇത് രണ്ടും എടുത്തോളൂ, രണ്ടും പൈസ പോകില്ല. ബാക്കിയുള്ള 2 എടുക്കണ്ട. അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് എന്തൊക്കെയോ ഒരു എന്താ പറയുക, അതൊരു അത്ര ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് അല്ല വരുന്നത്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തിരക്കടില്ലാത്ത ഒരു എന്താ പറയുക, ഒരു ഈവനിങ് പെർഫ്യൂം, അത്യാവശ്യം ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഒക്കെ കിട്ടുന്ന ഒരു പെർഫ്യൂമാണ് ഈ 5 ബ്ലാക്ക് എന്നുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.